ഇന്നൊക്കെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? നമ്മളെല്ലാം വിശ്വസിച്ചിരുന്ന അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ വൻ കൊള്ളയാണ് നടന്നിരിക്കുന്നത്. ഇന്ന് RSS ഇന്ന് പറഞ്ഞിരിക്കുന്നത് അവർക്ക് ഖേദമുണ്ടെന്ന്. ഇത് മോഷണം നടത്തി കഴിഞ്ഞിട്ട് കള്ളൻ ഖേദം പ്രകടിപ്പിച്ചാൽ തീരും? അത് സ്വർണവും പണവും മോഷ്ടിച്ച, അമ്പലത്തിൽ നിന്ന് സ്വർണവും പണവും മോഷ്ടിച്ച മോഷ്ടാക്കൾ തന്നെ ഞങ്ങൾ ഖേദിക്കുന്നു എന്ന് പറഞ്ഞാൽ തീരുന്നതാണോ അത്? പ്രധാനമന്ത്രി മോഡി നേരിട്ട് മേൽനോട്ടം വഹിച്ച് നിയമിച്ച ട്രസ്റ്റാണ്. ആ ട്രസ്റ്റിലാണ് ഇത്രയും വലിയ മോഷണം കൊള്ള നടന്നിരിക്കുന്നത്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കുറ്റം ചെയ്തവരാരാണോ, അത് എത്ര ഉന്നതരായാലോ അവർ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാനുള്ള നടപടി ഉണ്ടാക്കണം. പക്ഷേ നിയമപരമായ പരിശോധന നടത്താനുള്ള സാവകാശം ഗവൺമെന്റിന് വേണം എന്നവർ പറയുമ്പോൾ അത് ഗവൺമെന്റിന് കൊടുക്കണം. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രശ്നം അമ്പലക്കൊള്ളയാണ്. BJPയും സംഘപരിവാറും നേതൃത്വം കൊടുക്കുന്ന അമ്പലക്കൊള്ള. അല്ലാതെ ഉചിതമായ സമയത്ത് പാർട്ടി തീരുമാനമെടുക്കും. ഇത്തരം കാര്യങ്ങളിൽ പാർട്ടിക്കൊരു മാർഗങ്ങളുണ്ട്, വ്യവസ്ഥാപിതമായിട്ടില്ല. അതുകൊണ്ട് ഉചിതമായ രീതിയിൽ ഉചിതമായ സമയത്ത് തീരുമാനം വരും. അതിനകത്തൊരു ഒരു പ്രയാസം ഉണ്ടാവില്ല. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? എവിടെയാ കാലതാമസം ഉണ്ടായത്? KPCCക്ക് ഇപ്പൊ പ്രസിഡന്റ് ഉണ്ട്, ഇല്ല നിങ്ങൾ എങ്ങനെയാ പറയുന്നത്? KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്, അദ്ദേഹം മന്ത്രിയുടെ ചുമതല കൂടി വഹിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന്റെ കൂടി ആഗ്രഹം അനുസരിച്ചുള്ള ഒരു പുതിയ സംവിധാനം പാർട്ടി ആലോചിച്ച് ചെയ്യും. അത്രേ ഉള്ളൂ. അതെ, 2 മാസമല്ലേ ആയിട്ടുള്ളൂ. 2 മാസമല്ലേ ആയിട്ടുള്ളൂ. അത് വലിയൊരു കാലാവധിയായിട്ട് നിങ്ങൾ കാണണ്ട. നിങ്ങൾക്ക് ഇതാണോ ചോദിക്കാനുള്ളത്? ഇന്ന് രാജ്യത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? വിഴിഞ്ഞാണോ? അല്ല, KPCC പ്രസിഡന്റ് ആണോ? ഇന്ന് ഈ രാജ്യം അതൊന്നും അല്ല സഹോദര. 20-ാം തീയതി പാർലമെന്റ് സമ്മേളനം നടക്കാൻ പോവാണ്. ഈ രാജ്യത്തെ ജനാധിപത്യ പ്രസ്ഥാനങ്ങളെ വെട്ടി നുറുക്കി പിളർത്തി CBI, അതുപോലെ ED, ഇലക്ഷൻ കമ്മീഷൻ, ഇത്തരം ഏജൻസികളെ ഉപയോഗിച്ച് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന മോഡിക്കും ഷായ്ക്കും എതിരെ എന്തേ നിങ്ങൾ ചോദിക്കാത്തത്? ഇന്നൊക്കെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? നമ്മളെല്ലാം വിശ്വസിച്ചിരുന്ന അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ വൻ കൊള്ളയാണ് നടന്നിരിക്കുന്നത്. ഇന്ന് RSS ഇന്ന് പറഞ്ഞിരിക്കുന്നത് അവർക്ക് ഖേദമുണ്ടെന്ന്. ഇത് മോഷണം നടത്തി കഴിഞ്ഞിട്ട് കള്ളൻ ഖേദം പ്രകടിപ്പിച്ചാൽ തീരും? അത് സ്വർണവും പണവും മോഷ്ടിച്ച, അമ്പലത്തിൽ നിന്ന് സ്വർണവും പണവും മോഷ്ടിച്ച മോഷ്ടാക്കൾ തന്നെ ഞങ്ങൾ ഖേദിക്കുന്നു എന്ന് പറഞ്ഞാൽ തീരുന്നതാണോ അത്? ഇത് വിശ്വാസത്തിനെതിരെയുള്ള കടന്നാക്രമണമല്ലേ? അയോധ്യയുടെ പേരിൽ ഈ നാട്ടിൽ 40-40 വർഷക്കാലമായിട്ട് അവർ നടത്തുന്ന പ്രചരണം എന്തായിരുന്നു? ഞങ്ങളെല്ലാം വിശ്വാസികളാണ്. ഈ വിശ്വാസത്തിനെതിരായിട്ടാണ് അവർ കടന്നാക്രമണം നടത്തിയിരിക്കുന്നത്. അയോധ്യയിൽ മാത്രമല്ല, ബദ്രീനാഥിൽ, കേദാർനാഥിൽ ഹിന്ദു സമൂഹം വിശ്വസിക്കുന്ന ഏറ്റവും മഹത്തരമായ ക്ഷേത്രങ്ങളെല്ലാം കൊള്ളയടിക്കാനായിട്ട് BJPയും സംഘപരിവാറും ഉപയോഗിക്കുകയാണ്. അവർക്ക് വിശ്വാസം എന്ന് പറഞ്ഞാൽ കൊള്ളയടിക്കാനും ജനങ്ങളെ വിഭജിക്കാനും വേണ്ടി മാത്രമാണ്, അല്ല ദൈവത്തോടുള്ള വിശ്വാസം കൊണ്ടല്ല. ദൈവത്തെ ഉപയോഗിക്കുന്നത് ഒന്നുകിൽ ക്ഷേത്ര സ്വത്തുക്കൾ കൊള്ളയടിക്കാൻ, അല്ലെങ്കിൽ പാവപ്പെട്ട ജനങ്ങളെ മുസ്ലിം എന്നും ഹിന്ദു എന്നും ക്രിസ്ത്യാനി എന്നും പറഞ്ഞ് ഭിന്നിപ്പിക്കാൻ. ഇതിപ്പം വെളിച്ചത്ത് വന്നിരിക്കുകയാണ്, എക്സ്പോസ് ചെയ്തിരിക്കുകയാണ്. എനിക്ക് അത്ഭുതം തോന്നി RSSന്റെ പ്രസ്താവന കണ്ടിട്ട്. അവർ കർണാടകയിൽ വലിയ സമ്മേളനം കൂടി, രാജ്യവ്യാപകമായ സമ്മേളനം കൂടി പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് ഖേദമുണ്ട് എന്നാണ്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് ഇതിലത്തെ പ്രതി. VHPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ഇതിലത്തെ പ്രതി, അയോധ്യയിലത്തെ. എന്ത് നടപടിയെടുക്കുന്നത്? കേന്ദ്ര ഗവൺമെന്റ് നിയമിച്ച ട്രസ്റ്റാണ്, വേറെ ആരും നിയമിച്ച ട്രസ്റ്റ് അല്ല. പ്രധാനമന്ത്രി മോഡി നേരിട്ട് മേൽനോട്ടം വഹിച്ച് നിയമിച്ച ട്രസ്റ്റാണ്. ആ ട്രസ്റ്റിലാണ് ഇത്രയും വലിയ മോഷണം കൊള്ള നടന്നിരിക്കുന്നത്. അയോധ്യയിൽ പാവപ്പെട്ടവര് അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് അവരുടെ കയ്യിലുള്ള നിക്ഷേപത്തിന്റെ ചെറിയ തുക കാണിക്കിട്ട പണമാണ് ഇവർ കട്ടുകൊണ്ട് പോയിരിക്കുന്നത്. ഇത് വിശ്വാസത്തിനായിട്ടുള്ള കടന്നാക്രമണമാണ്. ഇതാണ് ഈ നാട്ടിലെ വിഷയം. ക്ഷീരമുള്ളോരകിടും ചുവട്ടിലും ചോര തന്നെ. നിങ്ങൾക്ക് അങ്ങനെ ഒന്നും ഉരുൾക്കണ്ട വേണ്ട. കേരളത്തിലെ ഗവൺമെന്റിന് കോൺഗ്രസ് നയിക്കുന്ന ഗവൺമെന്റാണ്. കോൺഗ്രസിന് ഓരോ കാര്യത്തിലും വ്യവസ്ഥാപിതമായ നയങ്ങളുണ്ട്, പരിപാടികളുണ്ട്, വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട്. ഇതിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് ഒരു നടപടിയും നമ്മുടെ സർക്കാർ സ്വീകരിക്കില്ല. നിങ്ങൾ എങ്ങനെ വ്യാഖ്യാനിച്ചാലും അത് നിങ്ങൾക്ക് അത്രേ പറയാൻ എനിക്ക് മറുപടിയുള്ളൂ. എന്ത് നമ്മളിപ്പോ കാണുന്ന ഒരു കാര്യം, ഇപ്പൊ സത്യത്തിൽ ഓരോ കാര്യത്തിലും നിങ്ങൾ ഇങ്ങനെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ടിരുന്ന കാര്യം സമയം കൊടുക്കൂ. അക്കാര്യത്തിൽ ഇപ്പം ആഭ്യന്തര വകുപ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്, മന്ത്രി പലവട്ടം പറഞ്ഞിട്ടുണ്ട്, അവർ നിയമപരമായ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നടത്തട്ടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കുറ്റം ചെയ്തവരാരാണോ, അത് എത്ര ഉന്നതരായാലോ അവർ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാനുള്ള നടപടി ഉണ്ടാക്കണം. പക്ഷേ നിയമപരമായ പരിശോധന നടത്താനുള്ള സാവകാശം ഗവൺമെന്റിന് വേണം
എന്നവർ പറയുമ്പോൾ അത് ഗവൺമെന്റ് കൊടുക്കണം. വിഴിഞ്ഞം പദ്ധതിയുടെ കാര്യത്തിൽ ഈ അദാനി കരാർ ലംഘിച്ചു അല്ലെങ്കിൽ കരാർ ലംഘനത്തിന് നേതൃത്വം നൽകിയെന്ന് പറയും. സാധാരണ രീതിയിൽ മോദിയുടെയും അതിൽ മുഖ്യമന്ത്രി കൃത്യമായിട്ട് ക്ലാരിറ്റിയോടെ പറഞ്ഞിട്ടുണ്ട്, കേരളത്തിന്റെ ഇൻട്രസ്റ്റിനെ ഖനിക്കുന്ന ഒരു തീരുമാനവും കേരള സർക്കാർ എടുക്കാൻ പോകുന്നില്ല എന്നുള്ളത്. അത് തന്നെയാണ് അതിന്റെ ഉത്തരം. അദാനി എന്ന് പറയുന്നത് മോദിയുടെയും അമിത്ഷായുടെയും സ്വന്തക്കാരാണ് എന്ന് പറഞ്ഞാണ് നേരത്തെ ദേശീയ തലത്തിൽ ഉൾപ്പെടെ ചർച്ചകൾ നടക്കുന്നത്. അപ്പോൾ അദാനിക്ക് ഒരു സോഫ്റ്റ് കോർണർ കൊടുക്കുന്നുണ്ടോ? ഇതിൽ നിങ്ങളുടെ എല്ലാ ആക്ഷേപങ്ങളല്ലേ, ഇതിനൊന്നും ഞാൻ മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങൾക്ക് മോഡിയെ പേടിയാണ്, നിങ്ങൾക്ക് അത് റിപ്പോർട്ട് ചെയ്യാൻ താല്പര്യമില്ല. അമിത്ഷായെ പേടിയാണ്, CBI വരും, ED വരും, നിങ്ങൾക്ക് അത് റിപ്പോർട്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ പറഞ്ഞപ്പോൾ അതിനെ ഡൈവേർട്ട് ചെയ്യാൻ നിങ്ങൾ ഇവിടുത്തെ കൊച്ചു കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുക. ഞാൻ കഴിഞ്ഞ വർഷങ്ങൾ ഗുരുവായൂരും പറഞ്ഞു ഈ കാര്യം. ഞാൻ പറയുന്നത് ഉത്തരവാദപ്പെട്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവ് എന്ന നിലയിൽ തന്നെയാണ് ഞാൻ പറയുന്നത്. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രശ്നം അമ്പലക്കൊള്ളയാണ്. BJPയും സംഘപരിവാറും നേതൃത്വം കൊടുക്കുന്ന അമ്പലക്കൊള്ള. ഇത് വിശ്വാസികളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നതാണ്. ഇതിനെതിരായിട്ടുള്ള രാജ്യവ്യാപകമായിട്ടുള്ള പ്രക്ഷോഭം ഞങ്ങൾ നടത്താൻ പോവാണ്. ഇതിനെതിരെ വിശ്വാസികളെ സംഘടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പോരാട്ടം നടത്തും. സുപ്രീം കോടതി മോണിറ്റർ ചെയ്യുന്ന ഒരു ഉന്നതതല അന്വേഷണം വേണം. സുപ്രീം കോടതി സിറ്റിംഗ് ജഡ്ജി മോണിറ്റർ ചെയ്യുന്ന അന്വേഷണം വേണം. കാരണം അയോധ്യ കേസ് ഡീൽ ചെയ്ത ആരാണ്? സുപ്രീം കോർട്ടാണ്. സുപ്രീം കോടതി വിധി അനുസരിച്ചാണ് ഈ ടെമ്പിൾ പണിഞ്ഞിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ടെമ്പിളിന് ട്രസ്റ്റ് പ്രൈം മിനിസ്റ്റർ മോണിറ്റർ ചെയ്യുന്ന, പ്രൈം മിനിസ്റ്റർ തന്നെ മേൽനോട്ടം വെച്ചൊരു ട്രസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അവർ കൊഴിഞ്ഞു മാറാൻ കഴിയും. 20-ാം തീയതി പാർലമെന്റ് സമ്മേളനം നടക്കുകയാണ്. ഞങ്ങൾ കണക്ക് ചോദിച്ചിരിക്കും ഈ പാർലമെന്റ് സമ്മേളനത്തിൽ. അയോധ്യയിലെ കാര്യത്തിൽ ഗവൺമെന്റിനെ കൊണ്ട് മറുപടി പറയിപ്പിക്കാനുള്ള ഉച്ചതമായ പോരാട്ടവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. ശബരിമല വിഷയം ഉയർത്താനുള്ള ധാർമ്മികമായ അവകാശം BJPക്ക് ഇതോടെ നഷ്ടമായി എന്നാണ്. അല്ല, അവർ ശബരിമല ഉയർത്തിയിട്ടില്ലായിരുന്നല്ലോ. അതിലും ഒരു കള്ളക്കളിയായിരുന്നു ഇവിടെ. അവർക്ക് വിശ്വാസം എന്ന് പറഞ്ഞാൽ ഒറ്റ ലക്ഷ്യം, ഒന്നുകിൽ കക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ജനങ്ങളെ വിഭജിക്കാൻ പറ്റുമോ, ഭിന്നിപ്പിക്കാൻ പറ്റുമോ. ഈ ഉദ്ദേശം മാത്രമേ അവർക്കുള്ളൂ. മാത്രമല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളെ പിളർക്കുന്ന രീതി എനിക്ക് അത്ഭുതം തോന്നുന്നു. മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നില്ല. 28 MPമാരിലെ TMCയിൽ നിന്ന് 20 പേരെ അടർത്തിയെടുക്കുന്നു. ഇന്നലെ വരെ അവർ BJPക്കെതിരെ ഏറ്റവും ശക്തമായി വിമർശിച്ചിരുന്നവരാണ്. അവരെങ്ങനെ ഒരു സുപ്രഭാതത്തിൽ BJP ബന്ധുക്കളായി മാറിയത്? അത് പേടിപ്പിച്ചിട്ട്, ഭീഷണിപ്പെടുത്തിയിട്ട്, വരട്ടിയിട്ട്, എല്ലാവിധമായിട്ടുള്ള മോശമായ മാർഗങ്ങൾ ഉപയോഗിച്ച് അവരെ ഭീഷണിപ്പെടുത്തിയിട്ട് അതാണ് നടന്നിരിക്കുന്നത്. ശിവസേനയിൽ നടന്നു, ആം ആദ്മി പാർട്ടിയിൽ നടന്നു. അപ്പൊ ഈ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ നിങ്ങൾക്കറിയാം, ഡീലിമിറ്റേഷൻ ബില്ല് പാസ്സാക്കലാണ് ലക്ഷ്യം. ഡീലിമിറ്റേഷൻ ബില്ല് പാസ്സാക്കിയിട്ട് എല്ലാ കാലത്തും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൊണ്ട് അട്ടിമറി നടത്തിയിട്ട് ഈ രാജ്യം ഭരിക്കാമെന്നാണ് അവർ വിചാരിക്കുന്നത്. ഇത് ഇന്ത്യയിലെ ജനങ്ങൾ സമ്മതിക്കില്ല. ഇതിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള വികാരം ഇന്ത്യയിലെ ജനങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ അത് പ്രകടിപ്പിക്കും. അവർക്ക് നീറ്റിൽ താല്പര്യമില്ല. CBSEയും നീറ്റും നിങ്ങൾക്കറിയാം എത്രമാത്രം വിദ്യാർത്ഥികളുടെ ഭാവിയാണ് അപകടത്തിലാക്കിയത്. ആ പരീക്ഷാ ചോർച്ചയ്ക്ക് നേതൃത്വം കൊടുത്ത മന്ത്രി തുടരുകയാണ്, രാജിയില്ല. മറ്റൊരു മന്ത്രിയുടെ സ്റ്റാഫ് മുഴുവൻ രാജിവെച്ചിരിക്കുകയാണ്. ഇതൊന്നും മീഡിയകളിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തി പറയുന്നില്ല. ഞാൻ വെർണാക്കുലർ മീഡിയയെക്കുറിച്ചും അല്ല പറയുന്നത്, ദേശീയ മാധ്യമങ്ങളെക്കുറിച്ചാണ് പ്രത്യേകിച്ച് പറയുന്നത്. ഒരു മന്ത്രിയുടെ 5 സ്റ്റാഫാണ് രാജിവെച്ചിരിക്കുന്നത്, പ്രൈവറ്റ് സെക്രട്ടറി ഉൾപ്പെടെയല്ലേ. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കുംഭകോണങ്ങളിൽ ഒന്നാണെന്നാണ് പറയപ്പെടുന്നത്. അന്വേഷണം വേണ്ടേ? അതിന് ശബ്ദം ഉയരണ്ടേ? അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ ശ്രദ്ധിക്കുക. കേരളത്തിലെ കൊച്ചു കാര്യങ്ങളൊക്കെ ഞങ്ങൾ പരിഹരിക്കും. നമസ്കാരം.